നാജില ലേറ്റസ്റ്റ് ആയിട്ട് തൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയ്ക്കകത്തും കുറ്റം പറയുന്നത് എന്നാണ്, പക്ഷെ ആദ്യ ഭർത്താവിൻ്റെ കാര്യമാണ് പറയുന്നത്. എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം മൂത്ത മോളായിട്ടുള്ള മസ്റൂറ ഉണ്ടെങ്കിൽ ഈ ഒരു നാജിലയുടെ ഉമ്മയുടെ കൂടെ ഉപ്പയുടെ കൂടെയൊക്കെയാണ് നിൽക്കുന്നത്. അവിടെയാണ് പോയി നിൽക്കുന്നത്. ഇവർ തമ്മിൽ കുറേയധികം വഴക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അവിടെ പോയി നിന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും അവിടെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു കുട്ടിയുടെയൊക്കെ ഈ ഒരു നാജിലയുടെ ആദ്യ ഭർത്താവുമായിട്ട് ഈ ഒരു നാജിലയുടെ ഉമ്മയും ഉപ്പയും ഉണ്ടെങ്കിൽ ഈ കൊച്ചിനെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ ഉപ്പ ഈ ഒരു കുട്ടിക്കുണ്ടെങ്കിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഉണ്ടെങ്കിൽ നാജില എടുത്ത് ഈ ഒരു നാജിലയുടെ ഉമ്മയും ഉപ്പയും ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു കുട്ടി മസ്റൂറ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു കുട്ടി വേണം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ആദ്യ ഭർത്താവ് ഈ നാജില എപ്പോഴും വിളിക്കുന്നു എന്നുള്ള രീതിയിലാണ് നാജില പറയുന്നത്. പക്ഷേ ഞാൻ ഒരിക്കലും എൻ്റെ മോളെ അവൻ്റെ കൂടെ പറഞ്ഞു കൊടുത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും വയ്യാതിരുന്ന സമയത്ത്, ഈ മോക്ക് വയ്യാതിരുന്ന സമയത്ത് ഒന്നും തന്നെ നോക്കിയിട്ടില്ല. പിന്നെ എന്തിനാണ് ഇപ്പം വരുന്നത്? അന്നൊന്നും പൈസ പോലും കൊടുത്തിട്ടില്ല. പിന്നെ ഇത്രയും കുടിച്ച് നടക്കുന്ന ഇവനുണ്ടെങ്കിൽ എൻ്റെ മോളെയും കൊണ്ടുപോയി അതൊട്ടും ശരിയാവത്തില്ല. ആവശ്യമില്ലാതെ ഇങ്ങനെ എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുകയാണ്. എന്തായാലും ഞാൻ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് അവനെതിരെ എന്ന് പറഞ്ഞിട്ട് നാജില ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഫുള്ള് ഈ ഭർത്താവിനെ കുറിച്ചാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം കുറേയധികം പേര് കമൻസ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. ഇതൊക്കെ എന്തിനാണ് നീ ഞങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ഭർത്താവിൻ്റെയും മോളുടെയും കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നാജില ലേറ്റസ്റ്റ് ആയിട്ട് ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്.